നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥനകൾ ഫലിക്കാത്തത്? ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടാത്തത്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രാർത്ഥനയുടെ പിന്നിലെ ആ അദൃശ്യമായ ശാസ്ത്രത്തെക്കുറിച്ചാണ്. പ്രപഞ്ച നിയമങ്ങൾ പ്രകാരം പ്രാർത്ഥന എന്നത് വെറുമൊരു യാചനയല്ല, അതൊരു പ്രത്യേക തരം ഊർജമാണ്. ആ ഊർജം എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാമെന്നും നമ്മുടെ വാക്കുകൾ എങ്ങനെ യാഥാർത്ഥ്യമായി മാറ്റാമെന്നും നമുക്ക് നോക്കാം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നാം സംസാരിക്കുന്ന ഓരോ വാക്കിനും ഒരു ജീവനുണ്ടെന്ന്? നമ്മൾ സാധാരണയായി വാക്കുകളെ ആശയവിനിമയത്തിനുള്ള വഴി മാത്രമായാണ് കാണുന്നത്. എന്നാൽ സത്യത്തിൽ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ഭാവിയെ ശില്പം പോലെ കൊത്തിയെടുക്കുന്ന ഉപകരണങ്ങളാണ്. നിങ്ങൾ "എനിക്ക് ദാരിദ്ര്യമാണ്, എനിക്ക് ഒന്നിനും കഴിയില്ല, എന്റെ ജീവിതം കഷ്ടപ്പാടാണ്" എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ആ അവസ്ഥകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ച നിയമം അനുസരിച്ച് നിങ്ങൾ എന്ത് അനുമാനിക്കുന്നുവോ അത് സത്യമായി മാറും. ഇതൊരു ചെറിയ ഉദാഹരണത്തിലൂടെ പറയാം. സാമുവൽ എന്ന ഒരാളുടെ കഥ നോക്കാം. സാമുവൽ എല്ലാ ദിവസവും പള്ളിയിലും ക്ഷേത്രത്തിലും പോയി പ്രാർത്ഥിക്കുമായിരുന്നു. "ദൈവമേ, എനിക്ക് വലിയൊരു കടബാധ്യതയുണ്ട്, അത് തീർക്കാൻ എന്നെ സഹായിക്കണേ, ഞാൻ വലിയ കഷ്ടപ്പാടിലാണ്" ഇതായിരുന്നു അയാളുടെ പ്രാർത്ഥന. വർഷങ്ങളോളം അയാൾ ഇത് ആവർത്തിച്ചു. പക്ഷേ കടം കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് കൂടിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അയാൾ പ്രാർത്ഥിച്ചത് കടം തീരാനാണ്, പക്ഷേ അയാളുടെ ഉള്ളിലെ ഭാവം, ഫീലിംഗ്, "എനിക്ക് കടമുണ്ട്" എന്നതായിരുന്നു. പ്രപഞ്ചം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ വാക്കുകളേക്കാൾ ഉപരി നിങ്ങളുടെ ഉള്ളിലെ വികാരത്തെയാണ്. "എനിക്ക് കടമുണ്ട്" എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പ്രപഞ്ചം കൂടുതൽ കടബാധ്യതകൾ നിങ്ങൾക്ക് നൽകുന്നു. അതാണ് പ്രാർത്ഥനയുടെ ആദ്യത്തെ രഹസ്യം. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലല്ല, നിങ്ങൾ ഇപ്പോൾ എന്താണോ ആയിരിക്കുന്നത് അതിലാണ് പ്രപഞ്ചം മറുപടി നൽകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ശരിയായി പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങളുടെ ആഗ്രഹം ഇതിനകം തന്നെ സഫലമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി പറയുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. "എനിക്ക് അത് തരണമേ" എന്നതിന് പകരം "എനിക്ക് ഇത് നൽകിയതിന് നന്ദി" എന്ന് പറയാൻ ശീലിക്കുക. നിങ്ങൾ പണം ആഗ്രഹിക്കുന്നുവെങ്കിൽ പണമില്ലാത്ത പാവപ്പെട്ടവനായി പ്രാർത്ഥിക്കരുത്. പകരം ആ പണം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ വലിയ സന്തോഷവും സമാധാനവും ഇപ്പോൾ തന്നെ അനുഭവിച്ചുകൊണ്ട് നന്ദി പറയുക. ആ ഒരു മാനസികാവസ്ഥയെയാണ് സമൃദ്ധിയുടെ ബോധം എന്ന് വിളിക്കുന്നത്. മറ്റൊരു ഉദാഹരണം പറയാം. ജോലിയില്ലാതെ വിഷമിച്ചിരുന്ന സാറ എന്ന പെൺകുട്ടിയുടെ അനുഭവം. അവൾ പ്രാർത്ഥിച്ചിരുന്നത് "എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം" എന്നായിരുന്നു. പക്ഷേ ഓരോ ഇന്റർവ്യൂവിലും അവൾ പരാജയപ്പെട്ടു. പിന്നീട് അവൾ തന്റെ പ്രാർത്ഥനാരീതി മാറ്റി. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൾ സങ്കല്പിച്ചു, താൻ ഒരു മികച്ച കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും മാസാമാസം ശമ്പളം ലഭിക്കുന്നുണ്ടെന്നും ആ പണം കൊണ്ട് വീട്ടിലെ ആവശ്യങ്ങൾ നടത്തുന്നുണ്ടെന്നും അവൾ ഉറച്ചു വിശ്വസിച്ചു. ജോലി കിട്ടുന്നതിന് മുൻപേ അവൾ പ്രപഞ്ചത്തിന് നന്ദി പറയാൻ തുടങ്ങി. താമസിയാതെ അവൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചൊരു ജോലി അവളെ തേടിയെത്തി. ഇവിടെ അവൾ ചെയ്തത് ജോലി കിട്ടി എന്ന അവസ്ഥയെ മുൻകൂട്ടി അനുമാനിക്കുകയായിരുന്നു. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ലോകത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേവലം പ്രാർത്ഥനാ മുറിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ദിവസം മുഴുവൻ നിങ്ങൾ നിങ്ങളോട് തന്നെ എന്തു പറയുന്നു എന്നത് വളരെ പ്രധാനമാണ്. "എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് സുഖമില്ല, എല്ലാവരും എന്നെ ചതിക്കുന്നു" തുടങ്ങിയ നെഗറ്റീവ് സ്വയം സംഭാഷണങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ആ നശിച്ച വഴികളിലേക്ക് നയിക്കുന്നു. ഓരോ വാക്കും ഒരു വിത്താണ്. നിങ്ങൾ വിതയ്ക്കുന്ന വിത്ത് തന്നെയായിരിക്കും നിങ്ങൾ കൊയ്യുന്ന വിളവും. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളെ നിയന്ത്രിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നതും അസൂയപ്പെടുന്നതും നിങ്ങളുടെ തന്നെ ഊർജത്തെ കളയുകയാണ് ചെയ്യുന്നത്. മറ്റൊരാളുടെ വിജയത്തിൽ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ "വിജയം എന്റെ പരിസരത്തുണ്ട്" എന്ന വലിയൊരു സത്യമാണ് നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുന്നത്. അത് നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കാൻ സഹായിക്കും. ഈ ഒരു പ്രപഞ്ച രഹസ്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം തന്നെ നടന്നു എന്ന് വിശ്വസിക്കുക. ആ സന്തോഷത്തിൽ ഇപ്പോൾ തന്നെ ജീവിക്കുക. 2. പരാതികൾ ഒഴിവാക്കി നന്ദി പറയാൻ ശീലിക്കുക. ഉള്ള കാര്യങ്ങളിൽ നന്ദി പറയുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ തേടിവരും. 3. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. എപ്പോഴും പോസിറ്റീവായ, സമൃദ്ധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. പ്രാർത്ഥന എന്നത് ദൈവത്തെയോ പ്രപഞ്ചത്തെയോ നിർബന്ധിച്ച് എന്തെങ്കിലും വാങ്ങിച്ചെടുക്കലല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ സമൃദ്ധിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ട്യൂൺ ചെയ്യലാണ്. നിങ്ങൾ ആ സമൃദ്ധിയിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ വാക്കും ഒരു കൽപ്പനയായി മാറും. പ്രപഞ്ചം അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരും. ഓർക്കുക, നിങ്ങളുടെ ഉള്ളിലെ ബോധമാണ്, കോൺഷ്യസ്നസ്, നിങ്ങളുടെ ലോകത്തെ നിർമ്മിക്കുന്നത്. സമൃദ്ധിയായി ചിന്തിക്കൂ, സമൃദ്ധിയായി സംസാരിക്കൂ, സമൃദ്ധി നിങ്ങളെ തേടിവരും. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ.